വാർത്തകൾ കൂടി നോക്കാം. സീറോ മലബാർ സഭ കുർബാന ഏകീകരണം ചർച്ച ചെയ്യാൻ സിനഡ് ഇന്ന് വീണ്ടും ചേരും. ഓൺലൈനായാണ് യോഗം ചേരുക. കുർബാന ഏകീകരണത്തിൽ സഭാ സർക്കുലറിന്റെ എതിരെ ഉയർന്ന കടുത്ത പ്രതിഷേധവും സിനഡിൽ ചർച്ചയാകും. കുർബാന ഏകീകരണ വിഷയം മാത്രം ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് പ്രത്യേക സിനഡ് ഓൺലൈനായി സമ്മേളിച്ചത്. എന്നാൽ ചർച്ച മുഴുവനാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബുധനാഴ്ചത്തേക്ക് നീട്ടിവയ്ക്കുകയായിരുന്നു. കുർബാന ഏകീകരണം നടപ്പാക്കുന്നതിനെ ചൊല്ലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിലുള്ള പ്രതിഷേധം ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഈ സാഹചര്യം സിനഡ് വിലയിരുത്തും. നവമി ദിനേശുണ്ട് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. നവമി, ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് തലവേദനയാകുകയാണ്. സഭയുടെ പരമോന്നത നേതൃത്വം ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരം വൈകുകയാണ്. ഇതെന്തുകൊണ്ടാണ്? പാർവതി, കഴിഞ്ഞ ദിവസം ചേർന്ന സിനഡിലും ഈ ഒരു വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പാക്കാനോ അല്ലെങ്കിൽ ഇതിലും അന്തിമ തീരുമാനത്തിലെത്താനോ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് ഇന്നും വീണ്ടും വൈകിട്ട് യോഗം ചേരാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഓൺലൈൻ വഴിയായിരിക്കും ഈ അടിയന്തര യോഗം ചേരുന്നത്. ഈ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന മാർപ്പാപ്പയുടെ അന്ത്യശാസനം പോലും സർക്കുലർ ഇറക്കിയിട്ടും അത് കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് വിമത വൈദികർ ഉൾപ്പെടെ. ഈ ഏകീകൃത കുർബാന നടപ്പാക്കില്ല എന്നൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് തന്നെയാണ് സഭയെ സംബന്ധിച്ച് വലിയ തലവേദനയായിരിക്കുന്നത്. ഇനി ഏത് വിധത്തിലായിരിക്കും ഈ ഒരു പ്രതിഷേധത്തെ അല്ലെങ്കിൽ ഇവരെ ഒന്ന് അനുനയിപ്പിക്കുക എന്നുള്ളൊരു ചർച്ചയായിരിക്കും ഇന്ന് ചേരുന്ന സിനഡ് യോഗത്തിൽ തീരുമാനിക്കുക. 4-ാം തീയതി ജൂലൈ 4-ന് മുൻപ് തന്നെ ഈ ഏകീകൃത കുർബാന എല്ലാ പള്ളികളിലും നടപ്പാക്കിയിട്ടില്ല എങ്കിൽ പിറ്റേ ദിവസം മുതൽ, അതായത് 5-ാം തീയതി മുതൽ ഈ വിമത വിഭാഗം, അത് വിമത വൈദികർ ഉൾപ്പെടെ സഭയിൽ നിന്നും പുറത്താകുമെന്നൊരു അന്ത്യശാസനമാണ് മാർപ്പാപ്പ ഇറക്കിയ സർക്കുലറിൽ പറയുന്നത്. എങ്കിൽ പോലും അത് അനുസരിക്കാതെ ആ സർക്കുലർ കത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഞായറാഴ്ച പള്ളികളിലുടനീളം നമ്മൾ കണ്ടത്. പോലീസിന്റെ ഒക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനിയും ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഉടനെ തന്നെ അന്തിമമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തണമെന്നൊരു നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ സഭാ നേതൃത്വം എത്തി നിൽക്കുന്നത്. ഇനിയും അതായത് 4-ാം തീയതി കഴിഞ്ഞിട്ടും ഈ ഒരു സർക്കുലർ അല്ലെങ്കിൽ ഈ ഏകീകൃത കുർബാന നടപ്പാക്കിയിട്ടില്ല എങ്കിൽ ഇനി എന്ത് നടപടിയായിരിക്കും ഇവർക്ക് നേരെ സ്വീകരിക്കുക എന്നതാണ് ഇനി നോക്കിക്കാണുന്നത്. മറ്റൊരു കാര്യം, ഈ സിറോ മലബാർ സഭയിലെ കീഴിലുള്ള പള്ളികളിൽ ഈ ഏകീകൃത കുർബാന നടപ്പാക്കാതെ പുറത്താകുന്ന വൈദികർ മറ്റൊരു സഭ രൂപീകരിക്കുമെന്ന് വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതും ഇനിയും ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സഭ രൂപീകരിക്കുകയാണെങ്കിൽ അത് സിറോ മലബാർ സഭയെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാകും. അല്ല എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. പാർവതി, നവമി തുടരണം.